പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 2023 ജൂലൈ മാസത്തെ കറണ്ട് അഫയേഴ്സാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം: ഇടുക്കി ജില്ലയിലെ രാജമല. ഇടുക്കി ജില്ലയിലെ രാജമല. അടുത്ത ചോദ്യം: കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം 2023 ലഭിച്ചത് ആർക്കൊക്കെയാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം 2023 ലഭിച്ചവർ ആരൊക്കെയാണ്? ഉത്തരം: ഡോക്ടർ എം ബഷീർ, എൻ പ്രഭാകരൻ. ഡോക്ടർ എം ബഷീർ, എൻ പ്രഭാകരൻ. അടുത്ത ചോദ്യം: 2022 ഏറ്റവും മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2022 ഏറ്റവും മികച്ച നോവലിനുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം: വി ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തി എന്ന നോവലിനാണ് അവാർഡ് ലഭിച്ചത്. അവാർഡ് ലഭിച്ചത് വി ഷിനിലാലിന്. ഷിനിലാലിൻ്റെ സമ്പർക്ക ക്രാന്തി എന്ന കൃതിക്കാണ് അവാർഡ് ലഭിച്ചത്. അടുത്ത ചോദ്യം: 1741 കുളച്ചൽ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായുള്ള പ്രതിമ കേരള ഗവർണർ ഈയിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? 1741 കുളച്ചൽ യുദ്ധത്തിൻ്റെ ഓർമ്മയ്ക്കായുള്ള പ്രതിമ കേരള ഗവർണർ ഈയിടെ അനാച്ഛാദനം ചെയ്തത് എവിടെയാണ്? ഉത്തരം: പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ, തിരുവനന്തപുരത്ത്. തിരുവനന്തപുരത്തെ പാങ്ങോട് മിലിറ്ററി സ്റ്റേഷനിലാണ് പ്രതിമ അനാവരണം ചെയ്തത്. കുളച്ചൽ യുദ്ധനായകനായ അനന്തപത്മനാഭൻ നാടാറുടെ പ്രതിമയാണ് അനാവരണം ചെയ്തത്. കുളച്ചൽ യുദ്ധനായകനായ അനന്തപത്മനാഭൻ നാടാറുടെ പ്രതിമയാണ് ഗവർണർ അനാച്ഛാദനം ചെയ്തത്. അടുത്ത ചോദ്യം: ഊർജ്ജ മേഖലയിലെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡ് നേടിയ മലയാളി ആരാണ്? ഊർജ്ജ മേഖലയിലെ ഗവേഷണങ്ങൾക്കും കണ്ടെത്തലുകൾക്കും നൽകുന്ന വിഖ്യാത ശാസ്ത്ര പുരസ്കാരമായ ഏനി അവാർഡ് നേടിയ മലയാളി ആരാണ്? ഉത്തരം: പ്രദീപ് തലാപ്പിൽ. പ്രദീപ് തലാപ്പിൽ. അടുത്ത ചോദ്യം: 2023 സമർപ്പിക്കപ്പെട്ട കേരള നിയമസഭാ ചട്ട പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? 2023 സമർപ്പിക്കപ്പെട്ട കേരള നിയമസഭാ ചട്ട പരിഷ്കരണ റിപ്പോർട്ട് തയ്യാറാക്കിയ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം: കെ രാധാകൃഷ്ണൻ. കെ രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം: മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ച തീയതി. മുൻ കേരള മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അന്തരിച്ച തീയതി 2023 ജൂലൈ 18. 2023 ജൂലൈ 18. അടുത്ത ചോദ്യം: ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ നർമ്മ സന്ദർഭങ്ങളെ ആസ്പദമാക്കി കുഞ്ഞുഞ്ഞു കഥകൾ രചിച്ചത് ആര്? ഉമ്മൻചാണ്ടിയുടെ ജീവിതത്തിലെ നർമ്മ സന്ദർഭങ്ങളെ ആസ്പദമാക്കി കുഞ്ഞുഞ്ഞു കഥകൾ രചിച്ചത് ആരാണ്? ഉത്തരം: പി ടി ചാക്കോ. പി ടി ചാക്കോ. അടുത്ത ചോദ്യം: ദുരന്ത നിവാരണത്തിന് കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി. ദുരന്ത നിവാരണത്തിന് കുട്ടികൾക്ക് പരിശീലനം നൽകുന്ന കുടുംബശ്രീയുടെ പദ്ധതി സജ്ജം. സജ്ജം. അടുത്ത ചോദ്യം: വിദഗ്ധ അർദ്ധവിദഗ്ധ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും കേരള സർക്കാർ രൂപീകരിക്കുന്ന ലേബർ ബാങ്ക്. വിദഗ്ധ അർദ്ധവിദഗ്ധ തൊഴിലാളികളുടെ കുറവ് പരിഹരിക്കുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പഞ്ചായത്തുകളിലും കേരള സർക്കാർ രൂപീകരിക്കുന്ന ലേബർ ബാങ്കിൻ്റെ പേര്? മികവ്. ഉത്തരം: മികവ്. അടുത്ത ചോദ്യം: സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ ക്ഷീര കർഷകർക്കുള്ള സമഗ്ര ഇൻഷുറൻസ് പദ്ധതി? ഉത്തരം: ക്ഷീര സാന്ത്വനം. ക്ഷീര സാന്ത്വനം. അടുത്ത ചോദ്യം: ഈയിടെ നീതി ആയോഗ് പുറത്തുവിട്ട സൂചിക പ്രകാരം ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല. ഈയിടെ നീതി ആയോഗ് പുറത്തുവിട്ട സൂചിക പ്രകാരം ദരിദ്രരില്ലാത്ത ഇന്ത്യയിലെ ഏക ജില്ല? ഉത്തരം: എറണാകുളം. ഉത്തരം: എറണാകുളം. അടുത്ത ചോദ്യം: കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തത് എന്തിനെ? കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തത് പച്ചക്കുതിര. പച്ചക്കുതിരയാണ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുത്തത്.
അടുത്ത ചോദ്യം, നീതിപാതയിലെ ധീരവനിത എന്നത് ആരെക്കുറിച്ചുള്ള സമഗ്രമായ ഡോക്യുമെൻ്ററിയാണ്? നീതിപാതയിലെ ധീരവനിത എന്നത് ആരെക്കുറിച്ചുള്ള സമഗ്രമായ ഡോക്യുമെൻ്ററിയാണ്? ഉത്തരം ഫാത്തിമ ബീവി. ഫാത്തിമ ബീവി. അടുത്ത ചോദ്യം, 2023 ജൂലൈയിൽ അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേരെന്ത്? 2023 ജൂലൈയിൽ അന്തരിച്ച ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ യഥാർത്ഥ പേര്? ഉത്തരം KM വാസുദേവൻ നമ്പൂതിരി. KM വാസുദേവൻ നമ്പൂതിരി. അടുത്ത ചോദ്യം, ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയുടെ പേര്? ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ആത്മകഥയുടെ പേര്? ഉത്തരം രേഖകൾ. രേഖകൾ. അടുത്ത ചോദ്യം, 1973 ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ഫുട്ബോൾ ടീമിലെ ഒരംഗം 2023 ജൂലൈയിൽ മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ പേര്? 1973 ആദ്യമായി സന്തോഷ് ട്രോഫി കിരീടം നേടിയ കേരള ഫുട്ബോൾ ടീമിൽ അംഗമായിരുന്ന ഒരംഗം ജൂലൈയിൽ അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ പേര്? ഉത്തരം MR ജോസഫ്. MR ജോസഫ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മലയാളി താരം? ഇന്ത്യൻ വനിതാ 2020 ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ച മലയാളി താരം? ഉത്തരം മിന്നുമണി. ഉത്തരം മിന്നുമണി. അടുത്ത ചോദ്യം, യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് പുരസ്കാരം സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷൻ? യുനെസ്കോയുടെ ഏഷ്യ പസഫിക് കൾച്ചറൽ ഹെറിറ്റേജ് പുരസ്കാരം സ്വന്തമാക്കിയ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷൻ? ഉത്തരം ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ. ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ, മുംബൈ. ബൈക്കുള റെയിൽവേ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് മുംബൈയിൽ. അടുത്ത ചോദ്യം, 2023 സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷൻ? 2023 ജൂലൈയിൽ സുഭാഷ് ചന്ദ്രബോസിൻ്റെ പേരിൽ പുനർനാമകരണം ചെയ്യപ്പെട്ട മഹാരാഷ്ട്രയിലെ റെയിൽവേ സ്റ്റേഷൻ? ഉത്തരം ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ. ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ പോലീസ് ഡ്രോൺ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഇന്ത്യയിലെ ആദ്യ പോലീസ് ഡ്രോൺ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ചെന്നൈ. ഉത്തരം ചെന്നൈ. അടുത്ത ചോദ്യം, കുറ്റവാളികൾക്ക് വളരെ വേഗത്തിൽ ശിക്ഷ നടപ്പാക്കുന്നതിന് ഓപ്പറേഷൻ കൺവെക്ഷൻ എന്ന പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനം ഏതാണ്? കുറ്റവാളികൾക്ക് വളരെ വേഗത്തിൽ ശിക്ഷ നടപ്പാക്കുന്നതിന് ഓപ്പറേഷൻ കൺവെക്ഷൻ എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഉത്തർപ്രദേശ്. ഏത് സംസ്ഥാനമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി അതിൻ്റെ അതിർത്തിയിലുള്ള 75 ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകുവാൻ തീരുമാനിച്ചത്? ഏത് സംസ്ഥാനമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ 75-ാം വാർഷികത്തിൻ്റെ ഭാഗമായി അതിൻ്റെ അതിർത്തിയിലുള്ള 75 ഗ്രാമങ്ങൾക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ പേര് നൽകുവാൻ തീരുമാനിച്ചത്? ഉത്തരം ത്രിപുര. ഉത്തരം ത്രിപുര. അടുത്ത ചോദ്യം, 2023 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കുന്നതിനായി ആരംഭിച്ച പ്രചരണ പരിപാടി? 2023 സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിനായി വീരമൃത്യു വരിച്ചവരെ ആദരിക്കുന്നതിനായി ആരംഭിച്ച പ്രചരണ പരിപാടിയുടെ പേര്? ഉത്തരം മേരി മാട്ടി മേരാ ദേശ്. മേരി മാട്ടി മേരാ ദേശ്. അടുത്ത ചോദ്യം, കരുതലും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ മാനസികമായും ശാരീരികമായും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര വനിതാ മന്ത്രാലയം നടപ്പിലാക്കുന്ന പദ്ധതി? കരുതലും സംരക്ഷണവും ആവശ്യമുള്ള കുട്ടികളെ കണ്ടെത്തി അവരെ മാനസികമായും ശാരീരികമായും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര വനിതാ മന്ത്രാലയം നടപ്പിലാക്കി വരുന്ന പദ്ധതി? ഉത്തരം മിഷൻ വാത്സല്യ. മിഷൻ വാത്സല്യ. അടുത്ത ചോദ്യം, എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇൻ്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിനുള്ള ഭാരത സർക്കാർ പദ്ധതി? എല്ലാ ഗ്രാമങ്ങളിലേക്കും ഇൻ്റർനെറ്റ് വ്യാപിപ്പിക്കുന്നതിനുള്ള ഭാരത സർക്കാർ പദ്ധതി? ഉത്തരം ഭാരത് നെറ്റ്. ഭാരത് നെറ്റ്. അടുത്ത ചോദ്യം, സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി ഭാഷാ തടസ്സങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI പ്ലാറ്റ്ഫോം? സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി ഭാഷാ തടസ്സങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI പ്ലാറ്റ്ഫോം? സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി ഭാഷാ തടസ്സങ്ങൾക്ക് പരിഹാരം കാണുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച AI പ്ലാറ്റ്ഫോം? ഉത്തരം ഭാഷിണി. ഭാഷിണി.
ടൈം മാഗസിൻ്റെ 100 വർഷത്തെ മികച്ച സിനിമകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സിനിമ. ടൈം മാഗസിൻ്റെ 100 വർഷത്തെ മികച്ച സിനിമകളുടെ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ സിനിമ. ഉത്തരം പതേർ പാഞ്ചാലി. പതേർ പാഞ്ചാലി. അടുത്ത ചോദ്യം, 2023 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം. 2023 സാഫ് കപ്പ് ഫുട്ബോൾ കിരീടം നേടിയ രാജ്യം ഇന്ത്യ. അടുത്ത ചോദ്യം, സമൂഹ മാധ്യമമായ ട്വിറ്ററിൻ്റെ പുതിയ പേര്. ട്വിറ്ററിൻ്റെ പുതിയ പേര്. ഉത്തരം എക്സ്. ട്വിറ്ററിൻ്റെ പുതിയ പേര് എക്സ്. അടുത്ത ചോദ്യം, സമൂഹ മാധ്യമമായ ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? സമൂഹ മാധ്യമമായ ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ ആപ്പ് ഏതാണ്? ഉത്തരം ത്രെഡ്സ്. ഉത്തരം ത്രെഡ്സ്. അടുത്ത ചോദ്യം, വൈദ്യശാസ്ത്ര രംഗത്ത് MDMAയും മാജിക് മഷ്റൂമും ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം. വൈദ്യശാസ്ത്ര രംഗത്ത് MDMAയും മാജിക് മഷ്റൂമും ഉപയോഗിക്കാൻ അനുമതി നൽകിയ രാജ്യം. ഉത്തരം ഓസ്ട്രേലിയ. ഓസ്ട്രേലിയ. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ക്രൂയിസ് കപ്പൽ ഏതാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ആഡംബര ക്രൂയിസ് കപ്പൽ. ഉത്തരം ഐക്കൺ ഓഫ് ദി സീസ്. ഐക്കൺ ഓഫ് ദി സീസ്. അടുത്ത ചോദ്യം, 2023 ജൂലൈയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഐഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയ രാജ്യം. 2023 ജൂലൈയിൽ സർക്കാർ ഉദ്യോഗസ്ഥർ ഐഫോൺ ഉപയോഗിക്കുന്നത് വിലക്കിയ രാജ്യം. ഉത്തരം റഷ്യ. ഉത്തരം റഷ്യ. അടുത്ത ചോദ്യം, ചെഷ്മ 5 ആണവ നിലയം രൂപകൽപ്പന ചെയ്യുന്ന രാജ്യം. ചെഷ്മ 5 എന്ന ആണവ നിലയം രൂപകൽപ്പന ചെയ്യുന്ന രാജ്യം. ഉത്തരം പാകിസ്ഥാൻ. ഉത്തരം പാകിസ്ഥാൻ. വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? വർദ്ധിച്ചു വരുന്ന സൈബർ കുറ്റകൃത്യങ്ങളെ പ്രതിരോധിക്കുന്നതിൻ്റെ ഭാഗമായുള്ള സൈബർ ഹെൽപ്പ് ലൈൻ നമ്പർ. ഉത്തരം 1930. 1930. അടുത്ത ചോദ്യം, ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹാർദ്ദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം. ദേശീയ പഞ്ചായത്ത് പുരസ്കാരം 2023 ശിശു സൗഹൃദ വിഭാഗത്തിൽ 1-ാം സ്ഥാനം നേടിയ കേരളത്തിലെ ഗ്രാമം ചെറുതന. ചെറുതന. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ സ്പോൺസർമാർ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയ സ്പോൺസർമാർ ഡ്രീം 11. ഡ്രീം 11. അടുത്ത ചോദ്യം, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പൂർണ്ണ അംഗമായ 9-ാമത്തെ രാജ്യം. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ പൂർണ്ണ അംഗമായ 9-ാമത്തെ രാജ്യം ഇറാൻ. ഇറാൻ. അടുത്ത ചോദ്യം, 2023 ICC ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡർ. 2023 ICC ലോകകപ്പ് ബ്രാൻഡ് അംബാസിഡർ. ഉത്തരം ഷാരൂഖ് ഖാൻ. ഉത്തരം ഷാരൂഖ് ഖാൻ. അടുത്ത ചോദ്യം, റാലമണ്ഡലം ഫോസിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റാലമണ്ഡലം ഫോസിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശ്. അടുത്ത ചോദ്യം, പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമയോജന പദ്ധതി പ്രകാരം PT ഉഷ ദത്തെടുത്ത പള്ളിക്കത്തോട് ഏത് ജില്ലയിലാണ്? പ്രധാനമന്ത്രി സൻസദ് ആദർശ ഗ്രാമയോജന പ്രകാരം PT ഉഷ ദത്തെടുത്ത പള്ളിക്കത്തോട് ഏത് ജില്ലയിലാണ്? ഉത്തരം കോട്ടയം. ഉത്തരം കോട്ടയം. അടുത്ത ചോദ്യം, അടുത്തിടെ പട്ടാള അട്ടിമറി നടന്ന പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യം. അടുത്തിടെ പട്ടാള അട്ടിമറി നടന്ന പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യം. ഉത്തരം നൈജർ. ഉത്തരം നൈജർ.